തേജസ്വി യാദവ് പിറകിലാണ് എന്ന വാർത്തയുണ്ട്. രാഘവ്പൂർ മണ്ഡലത്തിൽ തേജസ്വി യാദവ് പിറകിലാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. പ്രതിപക്ഷ നിരയുടെ മഹാഗഡ്ബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ് ഇപ്പോൾ പിന്നിലാണ്. അത് 1-2 വോട്ടിനല്ല, 1273 വോട്ടുകൾക്ക് പിന്നിലാണ്. 1273 വോട്ടുകൾക്ക് തേജസ്വി യാദവ് ഇപ്പോൾ രാഘവ്പൂർ മണ്ഡലത്തിൽ പിന്നിട്ട് നിൽക്കുന്നു. ബിജെപിയിലെ സതീഷ് കുമാർ 12,230 വോട്ട് നേടി 1273 വോട്ടിന്റെ ലീഡിനാണ് ഇപ്പോൾ രാഘവ്പൂരിലുള്ളത്. നേരത്തെ പറഞ്ഞതാണ്, ലാലു പ്രസാദ് യാദവ് 2 തവണ മത്സരിച്ച് വിജയിച്ച മണ്ഡലം. റാബ്രി ദേവി, തേജസ്വിയുടെ മാതാവ്, 3 തവണ മത്സരിച്ച് വിജയിച്ച മണ്ഡലം. 1 തവണ അടിപതറിയ മണ്ഡലം. ഇതേ സതീഷ് കുമാറിനോട് 2010 അടിപതറിയ മണ്ഡലം. പിന്നീട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ രാഘവ്പൂരിൽ തേജസ്വി യാദവ് മിന്നും പ്രകടനത്തോടുകൂടി വിജയിച്ചു വന്നു. ഇപ്പോഴിതാ പിന്നിൽ പോയിരിക്കുന്നു. രാഘവ്പൂരിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തന്നെ പിന്നിൽ പോകുമ്പോൾ ഇനി ഇതിനപ്പുറത്തേക്ക് എന്ത് ആണ് ബീഹാറിൽ സംഭവിക്കാനുള്ളത് മഹാഗഡ്ബന്ധന് എന്നത് അക്കാര്യത്തിൽ കൂടുതൽ ചർച്ചയുടെ പോലും ആവശ്യമില്ല. രാഘവ്പൂരിൽ ഇപ്പോൾ തേജസ്വി യാദവ് പിന്നിട്ട് നിൽക്കുന്നു. നേരത്തെ റാബ്രി ദേവിയെ പരാജയപ്പെടുത്തിയ അതേ സതീഷ് കുമാർ തന്നെയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 1273 വോട്ടുകൾക്കാണ് ഇപ്പോൾ തേജസ്വി യാദവ് പിന്നിൽ പോയിരിക്കുന്നത്. പക്ഷേ 30 റൗണ്ടുകളിൽ 3 റൗണ്ടേ ആയിട്ടുള്ളൂ. 30 റൗണ്ടുകളിലെ 3ാമത്തെ റൗണ്ട് എണ്ണി തീരുമ്പോഴാണ് തേജസ്വി പ്രസാദ് യാദവ് പിറകിൽ പോയിരിക്കുന്നത്. ഒരുപക്ഷെ തേജസ്വി യാദവിന് ഇനി 27 റൗണ്ട് കൂടി ബാക്കിയുണ്ട്, തിരിച്ചു വന്നേക്കാം. എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ തേജസ്വി യാദവ് പിറകിലാണ് എന്നുള്ളത് വാർത്തയാണ്. ലാലു പ്രസാദ് യാദവിന്റെ കുടുംബ മണ്ഡലം എന്ന് കരുതപ്പെടുന്ന മണ്ഡലത്തിൽ ഒരിക്കൽ അടിപതറിയിട്ടുണ്ട്. അപ്പോൾ ആ ചരിത്രം അവിടെ ഉള്ളതുകൊണ്ട് റാബ്രി ദേവി തോറ്റ ചരിത്രം ആവർത്തിക്കുമോ? രാഘവ്പൂരിൽ തേജസ്വി യാദവ് പിറകിലാണ് എന്ന വാർത്ത. എല്ലാ വാർത്തകളും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച്, മഹാഗഡ്ബന്ധനെ സംബന്ധിച്ച് നിരാശയുടെ വാർത്തകളാണ്. ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളാണ്. NDA മുന്നണിയിൽ ഇപ്പോൾ BJP ലീഡ് എടുത്തിരിക്കുന്നു. 83 ഇടത്ത് BJPയും 79 ഇടത്ത് JDUവുമാണ് ലീഡ് ചെയ്യുന്നത്. ലീഡ് നില മാറി മറിയുന്നുണ്ട്. RJD വെറും 32 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. രാംവിലാസ് പാസ്വാന്റെ ഓർമ്മകൾ പേർന്ന ലോക് ജനശക്തി പാർട്ടി, ചിരാഗ് പാസ്വാൻ നയിക്കുന്ന ലോക് ജനശക്തി പാർട്ടി 22 സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ കോൺഗ്രസ് വെറും 6 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. CPIMലും കോൺഗ്രസും 6 വീതം സീറ്റുകളിൽ ലീഡ് ചെയ്യുമ്പോൾ ജിതൻ റാം മഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച 4 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. ജൻ സുരാജ് പാർട്ടി ചിത്രത്തിലേ ഇല്ല. CPM 1 സീറ്റിൽ ഹയാഗത്തിൽ മണ്ഡലത്തിൽ CPM ലീഡ് ചെയ്യണം. അതാണ് കേരളത്തിൽ ഒരു താല്പര്യമുള്ള വാർത്ത. CPM 1 മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നു. അതേസമയം CPI നേരത്തെ ലീഡ് ചെയ്ത മണ്ഡലത്തിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നില്ല. ആ ലീഡ് നഷ്ടപ്പെട്ടു. CPIM 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. 6ഇടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ലിബറേഷൻ CPIML ദീപാങ്കർ ഭട്ടാചാര്യയുടെ പാർട്ടി ലീഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് 904, 736 പോലെയുള്ള ലീഡുകളുള്ള മണ്ഡലങ്ങളുണ്ട്. 2800 വോട്ടിനാണ് ഘോസി മണ്ഡലത്തിൽ അവർ ലീഡ് ചെയ്യുന്നത്. 3013 വോട്ടുകൾക്ക് അരാ മണ്ഡലത്തിൽ, അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ അരാ മണ്ഡലത്തിൽ CPIML ലീഡ് ചെയ്യുകയാണ്. ഖൈമുദ്ദീൻ അൻസാരി അരാ മണ്ഡലത്തിൽ 3013 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പലിഗഞ്ചിൽ 3633 വോട്ടുകൾക്കാണ് CPIML ലീഡ് ചെയ്യുന്നത്. 27 റൗണ്ടുകളുള്ളതിൽ 6 റൗണ്ട് പൂർത്തീകരിച്ചപ്പോഴാണ് പലിഗഞ്ചിൽ CPIML ലീഡ് ചെയ്യുന്നത്. BJPയുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ കൂടി ഒന്ന് നോക്കാം. BJP ലീഡ് ചെയ്യുന്നത് ഔദ്യോഗികമായി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവയ്ക്കുന്ന വിവരപ്രകാരമുള്ള മണ്ഡലങ്ങളുടെ മാർജിൻ നമ്മൾ പരിശോധിക്കുമ്പോഴാണ്. ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷ നിരയിലെ പല സ്ഥാനാർത്ഥികളും ചെറിയ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അതേസമയം BJP വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെജോറിറ്റിയിലാണ് ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും. 90%-ത്തിൽ അധികം മണ്ഡലങ്ങളിലുള്ളത്. 1000-ന് താഴെ ലീഡുള്ള 2, 3, 4 മണ്ഡലങ്ങൾ മാത്രമാണ് ഉള്ളത്. രാംനഗറിൽ നന്ദ്കിഷോർ റാം 5917 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 5 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ മറ്റൊരു മണ്ഡലത്തിൽ ബഹാഹയിൽ 5247 വോട്ടിന് രാം സിംഗ് ലീഡ് ചെയ്യുന്നു. ലൗര്യ മണ്ഡലത്തിൽ 8205 ഇപ്പോഴത്തെ ലീഡ് നില. നൌട്ടാനിൽ 4098 വോട്ടാണ് ഇപ്പോഴത്തെ ലീഡ് നില. റെക്സോൾ 5629 ലീഡ് നില. ഹർസിദി 2842 ലീഡ് നില. കല്യാൺപൂർ 3239 BJPയുടെ ലീഡ് നില. പിപ്ര 3714 BJPയുടെ ലീഡ് നില. മധുബൻ അവിടെ 5841 BJPയുടെ ലീഡ് നില. ധാക്ക 7343 BJPയുടെ ലീഡ് നില. അതിനിടയിൽ മൊത്തിഹാരി എന്നൊരു മണ്ഡലത്തിൽ മാത്രമാണ് 575 വോട്ടിന്റെ താരതമ്യേന കുറഞ്ഞ ഒരു ലീഡ് നില കാണുന്നത്. റിഗ മണ്ഡലത്തിൽ 6507 ലീഡ് നില. ബത്നാഹയിൽ 3777 ലീഡ് നില. അങ്ങനെ ആ പട്ടിക ആകെ പരിശോധിക്കുമ്പോൾ ഒരിടത്ത് രാജ്നഗറിൽ ആകെ 28-ൽ 8 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ BJPയിലെ സുജീത് കുമാർ 20,277 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. ആകെ 35,000 വോട്ട് എണ്ണിയപ്പോൾ 20,000-ൽ പരം വോട്ടിന്റെ ലീഡ് ഇപ്പോഴേ ഉണ്ട്. തൊട്ടടുത്ത മണ്ഡലം
ജഹാൻപൂരിൽ 14,290 ബി ജെ പിയുടെ ലീഡ് നില. ഛത്താപൂരിൽ 4,638 ലീഡ് നില. പൊതുവിൽ ഈ ലിസ്റ്റ് ആകെ പരിശോധിക്കുമ്പോൾ പൂർണിയയിൽ 19,158 സീമാഞ്ചൽ മേഖലയിലെ സീറ്റാണ് പൂർണിയ. മുസ്ലിം ഭൂരിപക്ഷം 43% മുസ്ലിം വോട്ടുള്ള മേഖലയാണ്. അവിടെ 19,158 വോട്ടിനാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത്. പ്രാൺപൂരിൽ 12,417 വോട്ടിന് ബി ജെ പി ലീഡ് ചെയ്യുന്നു. കോർഹയിൽ 10,512 വോട്ടുകൾക്ക് ബി ജെ പി ലീഡ് ചെയ്യുന്നു. സഹസ്രയിൽ 2,180 വോട്ടിന് ബി ജെ പി ലീഡ് ചെയ്യുന്നു. അങ്ങനെ ഏത് മണ്ഡലം നമ്മൾ പരിശോധിച്ചാലും താരതമ്യേന മെച്ചപ്പെട്ട ലീഡാണ്. പലയിടത്തും 5,000-ന് മുകളിലുള്ള ലീഡാണ്. 1-2 മാത്രമാണ് 1000-ൽ താഴെ. അതിൽ കുർഹാനി എന്നൊരു മണ്ഡലത്തിൽ 110 വോട്ടിന്റെ കേവലമായ ലീഡേ ഉള്ളൂ. പക്ഷേ ഭൂരിഭാഗം മണ്ഡലം 90+ മണ്ഡലങ്ങളിലും ഇപ്പോൾ ലീഡ് നില പരിശോധിച്ചാൽ അത് വിജയത്തിലേക്ക് ഉറച്ച ചുവടായി കാണേണ്ടി വരും. ജമുഐ മണ്ഡലത്തിൽ ശ്രേയസി സിംഗ് 10,792 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഗയ ടൗണിൽ, ഗയയിൽ 3 മണ്ഡലങ്ങൾ, നഗരമേഖലയിൽ ഗയ ടൗൺ ഉൾപ്പെടെ 3 മണ്ഡലങ്ങൾ, ബോധ്ഗയ ഉൾപ്പെടെ. അതിൽ ഗയ ടൗണിൽ പ്രേംകുമാർ 12,895 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഔറംഗാബാദിൽ ബി ജെ പി സ്ഥാനാർത്ഥി 1,984 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. ബാവുവയിൽ 3,688 വോട്ടിംഗ് നില. നമുക്ക് പരിചിതമായ മണ്ഡലങ്ങളല്ല എല്ലാം എങ്കിൽ പോലും ആ മണ്ഡലങ്ങളിലെ ഇപ്പോഴത്തെ മാർജിൻ കാണുമ്പോൾ എത്രത്തോളം വലിയ ട്രെൻഡാണ് ബി ജെ പിക്ക് അനുകൂലമായി, JDU-വിന് അനുകൂലമായി ബീഹാറിൽ ആഞ്ഞു വീശുന്നത് എന്നത് വ്യക്തമാകുന്നു. 83 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി BJP ലീഡ് ചെയ്യുന്നത്. JDU 78 രാഷ്ട്രീയ ജനതാദൾ RJD 32 സീറ്റിലും, ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് പാസ്വാന്റെ LJP-RV ചിരാഗ് പാസ്വാന്റെ LJP-RV 22 സീറ്റുകളിലും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ 7 സീറ്റുകളിലും, CPI-ML ലിബറേഷൻ 6 സീറ്റുകളിലും, ഹിന്ദുസ്ഥാൻ അവാം മോർച്ച സെക്യുലർ HAMS 4 സീറ്റുകളിലും, ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തഹാദുൽ മുസ്ലിമീൻ AIMIM മജ്ലിസ് പാർട്ടി 3 സീറ്റുകളിലും, രാഷ്ട്രീയ ലോക് മോർച്ച 2 സീറ്റുകളിലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPM 1 സീറ്റിലും ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. BSP 1 സീറ്റിൽ നേരത്തെ മുതൽ ലീഡ് ചെയ്യുന്നുണ്ട്.